അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായ പങ്കുവഹിക്കുന്ന ഒന്നാണ് ധനം എന്ന് പറയുന്നത്, സമ്പത്ത്, പണം. ആരാണ് അതിൻ്റെ ഉടമസ്ഥൻ? വ്യത്യസ്തമായ ജീവിത കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തമായ ഉത്തരമാണ് ഈ ചോദ്യത്തിന് നൽകാൻ കഴിയുക. ചിലർ പറയുന്നത് ആരുടെ കയ്യിലാണോ സമ്പത്തുള്ളത് അവനാണ് അതിന്റെ ഉടമസ്ഥൻ എന്നതാണ്. അങ്ങനെ വരുമ്പോൾ ആ സമ്പത്ത് അധികരിപ്പിക്കാനും അത് ചെലവഴിക്കാനും അതെന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാനും ഒക്കെ സ്വയം തന്നെയാണ് അതിൻ്റെ ഒക്കെയും ഉടമസ്ഥനും അധികാരിയുമായി ഉണ്ടാവുക. വേറെ ചില പ്രത്യയശാസ്ത്രം പറയുന്നത് സമ്പത്തിന് സ്വന്തത്തിൽ പ്രത്യേകിച്ച് ഉടമസ്ഥതയൊന്നുമില്ല, സ്വകാര്യമായ സ്വത്ത് ഉടമസ്ഥാവകാശമില്ല, അത് സൊസൈറ്റിയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ സമ്പത്തും എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെയാണത് വർദ്ധിപ്പിക്കേണ്ടത് ഇത്യാദി കാര്യങ്ങളൊക്കെ സൊസൈറ്റിയാണ് തീരുമാനിക്കുക. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വളരെ കൃത്യമായ ഉത്തരം ഈ വിഷയത്തിലുണ്ട്. അത് സമ്പത്ത് പ്രപഞ്ചനാഥനായ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെതാണ് എന്നതാണ്. പ്രപഞ്ചനാഥനായ സൃഷ്ടാവ് മനുഷ്യർക്ക് താൽക്കാലികമായ കൈകാര്യ അവകാശമാണ് സമ്പത്തിൽ നൽകിയിട്ടുള്ളത്. ഉടമസ്ഥൻ പ്രപഞ്ചനാഥനാണ്. അങ്ങനെയാണെങ്കിൽ ആ ഉടമസ്ഥൻ തന്നെയാണ് ഈ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന്, എങ്ങനെ സമ്പാദിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരിക. അവൻ പഠിപ്പിച്ചു തന്നതനുസരിച്ച് അവന്റെ സമ്പത്ത് വിനിയോഗിക്കുവാൻ ബാധ്യതപ്പെട്ടവരാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ് മനുഷ്യർ എന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാമിന്റെ സാമ്പത്തികമായ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പ്രയോജനപ്പെടുന്ന മുത്തഖീങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആനിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, മിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് അവർ എന്ന് പറയുന്നുണ്ട്. ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാൻ ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആവശ്യമുള്ള എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ നല്ല കാര്യങ്ങൾക്കും നല്ല രീതിയിൽ ചെലവഴിക്കുക എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയുടെയും സ്വഭാവമായി മാറേണ്ടതാണ്. മുത്തഖീങ്ങളെ വിശദീകരിച്ച് തന്നെ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, ക്ഷാമകാലത്തും ക്ഷേമകാലത്തും ചെലവഴിക്കുന്നവരാണ് എന്നതാണ്. ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ പണക്കാരെ കുറിച്ചാണ് പലരുടെയും മനസ്സിൽ ഓർമ്മ വരിക, അത് അവരെ കുറിച്ച് പറയുന്നതാണ് എന്നാണ്. അങ്ങനെയല്ല, പണക്കാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അഥവാ ക്ഷാമകാലത്തും ക്ഷേമകാലത്തും ചെലവഴിക്കുന്ന ആളുകൾ, എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതിൽ നിന്ന് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുക എന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ തന്നെ മറ്റാരെങ്കിലും നിന്നും ലഭിച്ചതായിരിക്കും ഉണ്ടാവുക, പക്ഷെ അങ്ങനെ ലഭിച്ചതാണെങ്കിൽ പോലും അതിൽ നിന്ന് അത്രയും ഇല്ലാത്തവരിലേക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. അത് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ സമ്പത്തും അങ്ങനെയാണ്, എല്ലാ വിഭവങ്ങളും അങ്ങനെയാണ്. അതില്ലാത്തവരിലേക്ക് കൈമാറാൻ, അതില്ലാത്തവർക്ക് കൊടുക്കാൻ ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാനിൽ അടിച്ചു വീശുന്ന കാറ്റുപോലെ ഉദാരനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ്. എന്തൊക്കെയാണോ തനിക്ക് ലഭിക്കുന്നത് ഒരു വശത്തുകൂടെ അതൊക്കെ സ്വീകരിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുക. ഭക്ഷണമായിട്ട്, സമ്പത്തായിട്ട്, അതുപോലെ തന്നെ വസ്ത്രമായിട്ട്, മറ്റ് തൊഴിലുപകരണങ്ങളായിട്ട് ഏത് വിഭവങ്ങളും മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. എന്താണോ കൊടുക്കുന്നത് അതാണ് ബാക്കി ഉണ്ടാവുക, എന്താണോ ചെലവഴിക്കുന്നത് അതാണ് ബാക്കി ഉണ്ടാവുക എന്ന മനോഹരമായ ഒരു തത്വമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. റമദാനിൽ നിന്ന് അത് നമുക്ക് കൂടുതൽ പരിശീലിച്ചെടുക്കുവാനും ബാക്കിയുള്ള ജീവിതത്തിലും ആ സ്വഭാവത്തിൽ മുന്നോട്ട് പോകുവാനും കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.